കാർ ഷോറൂമിലെ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഷിജിൻ പോളിന്റെ വേർപാട് സഹപ്രവർത്തകർക്കും ഉറ്റവർക്കും നൽകുന്നത് ആഴത്തിലുള്ള ഒരു നോവാണ്. ഷിജിൻ പോളിന്റെ വയസ്സ് 27 ജോലിയിൽ പ്രവേശിച്ച് മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ വലിയ പ്രതീക്ഷകളോടെ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കിയാണ് ഷിജിൻ വിട പറഞ്ഞത്. സ്വന്തം കുടുംബത്തെ കൂടെ കൂട്ടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഷിജിൻ എന്ന മുൻ റൂംമേറ്റായ നാസർ ഓർത്തെടുക്കുന്നു. ആദ്യമായി അവധിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യയെയും കുഞ്ഞിനെയും കൂടെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു ഷിജിന്റെ പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ കൊച്ചു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും മുൻപേ വിധി ദുരന്തത്തിന്റെ രൂപത്തിൽ എത്തുകയായിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് ഷിജിൻ ദുബായ് ഷെയ്ഖ് സായിദ് റോഡിലുള്ള കാർ ഷോറൂമിൽ മൾട്ടിമീഡിയ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചത്. സ്ഥാപനത്തിലെ ചെറിയ ടീമിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനും ഏത് കാര്യത്തിനും ആശ്രയിക്കാവുന്ന സാന്നിധ്യവുമായിരുന്നു ഷിജിൻ എന്ന സഹപ്രവർത്തകനായ ആബിദ് അനുസ്മരിച്ചു പറയുന്നു. ഷോറൂമിന് സമീപത്തുണ്ടായ തീപിടുത്തം അണയ്ക്കാൻ ഫയർഫോഴ്സ് എക്സ്റ്റിങ്ക്യൂഷനുമായി ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായ വലിയ സ്ഫോടനം ഉണ്ടായത്. പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഷിജിൻ മരണത്തിന് കീഴടങ്ങി. കാർ ഷോറൂമിൽ സോഷ്യൽ മീഡിയ വീഡിയോഗ്രാഫി ചുമതലയുള്ള മൾട്ടിമീഡിയ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് ഷിജിൻ പോളിന്റെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിൽ മറ്റ് 5 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു മുൻപ് സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായ വിവരം അറിഞ്ഞതാണ് സംഭവത്തിന് ദൃക്സാക്ഷിയായ സഹപ്രവർത്തകർ ആബിദ് പറഞ്ഞു. ഷോറൂമിന് തീപിടിച്ച് സഹപ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഷിജിനും ഞാനും അടക്കമുള്ളവർ പുറത്തേക്ക് ഓടി. ഞങ്ങളുടെ ഷോറൂമിൽ നിന്നുള്ളവർ മാത്രമല്ല, സമീപത്തെ നിരവധി കടകളിൽ നിന്നുള്ള ആളുകളും അവിടെ തടിച്ചുകൂടിയിരുന്നു. തീപിടുത്തം കണ്ടതോടെ ആളുകൾ ഓടിയെത്തുകയായിരുന്നു, ആബിദ് പറഞ്ഞു. സ്ഫോടനത്തിന് തൊട്ടു മുൻപ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ചിലർ ശ്രമിച്ചിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിലിണ്ടർ കൃത്യമായി എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഷോറൂമിന്റെ ഒരു കോണിലും ഗേറ്റിന്റെ സമീപത്തു നിന്നാണ് തീ പടർന്നത്. ഞങ്ങളുടെ ഷോറൂമിന് തൊട്ടടുത്തുള്ള ചില ഓട്ടോ സർവീസ് കമ്പനികളുണ്ട്. അതിന് സമീപത്തുണ്ടായിരുന്നു തീപിടുത്തം. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു വലിയ സ്ഫോടനം ഉണ്ടായത്. ഇതോടെ എല്ലാവരും ചിതറിയോടി. തുടർന്നുണ്ടായ പരിഭ്രാന്തിക്കിടയിൽ ഷിജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ നിന്നതെങ്കിലും സഹപ്രവർത്തകന് അപകടം സംഭവിച്ച കാര്യം വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ചെറിയ ടീമിൽ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഷിജിൻ എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നു. ഗൾഫിൽ ഇന്ത്യൻ തൊഴിലാളികളുടെ സുരക്ഷയിൽ ആശങ്ക വീണ്ടും വർദ്ധിക്കുകയാണ്. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നേതൃത്വം പുരോഗമിക്കുന്നുണ്ട്. ഗൾഫിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയരുന്നതിനിടയിൽ തന്നെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. ഇന്ത്യൻ സർക്കാരിന്റെ കണക്കനുസരിച്ച് 2023-നും 2025-നും ഇടയിൽ ജോലിസ്ഥലത്തുണ്ടായ അപകടങ്ങളിൽ പ്രതിവാരം ശരാശരി 3 ഇന്ത്യക്കാർ വീതം ഗൾഫിൽ മരിച്ചിട്ടുണ്ട്. വിദേശ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2023-നും 2025-നും ഇടയിൽ 800-ലധികം ഇന്ത്യൻ പൗരന്മാരെ വിദേശത്ത് ജോലിസ്ഥലങ്ങളുണ്ടായ അപകടങ്ങളിൽ മരണപ്പെട്ടു. ഇതിൽ 55% ഗൾഫ് രാജ്യങ്ങളിലാണ് എന്നാണ് പറയുന്നത്.